ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ സമാധാനമായിട്ട് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു തീർക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ, പാസ്റ്റിൽ പെട്ടെന്ന് എടുത്തു ചാടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നുവെങ്കിൽ, നിങ്ങൾ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവരോട് കൃത്യമായി നീതി പുലർത്താൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഓരോ ആൾക്കാർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മളതിൽ പെട്ടുപോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ നമുക്ക് പലപ്പോഴും വരാറുമുണ്ട്. അതിനാൽ നിങ്ങളൊന്ന് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. അതായത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരോട് നിങ്ങൾ കടമകൾ കൃത്യമായി ചെയ്തു കൊടുക്കുന്നുണ്ടോ, അവരെ കെയർ ചെയ്യുന്നുണ്ടോ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കണം എന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയം ഒരു കൗൺസിലിംഗ് കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു കൗൺസിലറെ കാണാൻ പോകുന്നതായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെയുള്ളൊരു കാര്യം ഈ സമയം ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം. നിങ്ങളുടെ അടുക്കെ ഒരു അഡ്വൈസിന് വേണ്ടി മറ്റുള്ളവരെത്തുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ വളരെ സോളിഡായിട്ടുള്ളൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ തുടങ്ങുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ്. അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ഏതെങ്കിലും സൗഹൃദങ്ങളോ പ്രണയമോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരാം. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സുഹൃത്തിനെ, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാർക്ക് നിങ്ങൾ ആ വ്യക്തിയെ വേണ്ട എന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞതാവാം. അപ്പോൾ ഈ ഒരു അടുത്ത സമയത്ത് ആ വ്യക്തിയുടെ ഓർമ്മകൾ ചിലപ്പോൾ നിങ്ങളിൽ വന്നിട്ടുണ്ടാവാം. അപ്പോൾ കാർമിക് റിലേഷൻഷിപ്പ് എപ്പോഴും നമ്മൾ ഒരുപാട് അതിൽ അഡിക്റ്റഡ് ആയി പോകുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ
നമ്മളിത് ഒരുപാട് പെയിൻഫുള്ളാണ്, അല്ലെങ്കിൽ ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങളത് പൂർണ്ണമായും അത് റിലീസ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു കർമ്മ പൂർത്തിയായി കുറേ കാലം കഴിഞ്ഞ് വീണ്ടും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് റീ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ കർമ്മത്തിൻ്റെ കണക്കൊക്കെ കഴിഞ്ഞ് ആ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തിരികെ എത്താം. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഈ ഒരു സമയം കുറച്ച് ആൾക്കാർക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഓവർ വർക്ക് ചെയ്ത് ശരിക്കും തളർന്നു പോയിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആൾക്കാരുടെ ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ബാക്കി നിങ്ങൾ മാറ്റി വയ്ക്കുക. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം കൂടി നമ്മൾ ഏറ്റെടുക്കരുത് എന്നുള്ളതാണ്. കാരണം എന്തെന്നാൽ നമ്മളുടെ ശരീരം ശരിക്കും ഒരു റെസ്റ്റ് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ കേൾക്കാതിരിക്കരുത് എന്നുള്ളതാണ് ഇതിൽ നിങ്ങളോട് പറയുന്നത്. ഇതിൽ ചില ആൾക്കാർക്ക് നിങ്ങൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ മൂലമുള്ള ഒരു സ്ട്രെസ് ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. വളരെ ബുദ്ധിപൂർവം നിങ്ങൾ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിശ്ചയദാർഢ്യം കൂടുതലായിരിക്കും. അതായത് എന്തു വന്നാലും എനിക്ക് മറികടക്കാൻ പറ്റുമെന്നൊരു പൂർണ്ണ വിശ്വാസം ഈ സമയം നിങ്ങൾക്ക് ഉണ്ടെന്നാണ് കാണുന്നത്. അതുപോലെ ഈ സമയം പ്രത്യേകം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു മോട്ടിവേഷനൊക്കെ ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റുള്ളവർ പറയുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ റിസീവ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് ശരിക്കും ഒരു യൗവനത്തിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഒരു യങ് എനർജിയാണ്. നിങ്ങൾക്ക് ഈ സമയം നല്ലൊരു ഉന്മേഷമൊക്കെ ഉണ്ടായിരിക്കും എന്നാണ്. അതായത് എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഈ സമയം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുതലായിരിക്കും. ഒരു ചലഞ്ചൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ ഒരു കാര്യങ്ങളും ആലോചിക്കാതെ എടുത്തു ചാടി നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കരുത് എന്നുള്ളതാണ്. അതിനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾ അതായത് വരും വരായികകൾ ഓർക്കാതെ എടുത്തു ചാടി പല തീരുമാനങ്ങളും എടുക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുകൂടി നിങ്ങളോട് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു ബ്രില്യൻ സക്സസ് ആണ് എന്നുള്ളതാണ്. പ്രതീക്ഷിക്കാത്ത ഒരു സക്സസ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ അർഹിക്കുന്നതാണ്. പക്ഷേ ചിലപ്പോൾ ഈ സമയം നിങ്ങളത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത്രയും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതം ഒരു ഫുൾഫില്ലായ ആ ഒരു അവസ്ഥ, അങ്ങനെയൊക്കെ ഈ സമയം നിങ്ങൾക്ക് തോന്നാനുള്ളൊരു സാധ്യതയുണ്ട്. അതുമാത്രമല്ല ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിലേക്ക് പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ പാത്ത് എവിടെ വരെ എത്തിയെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഒരുപക്ഷെ അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു അഭിമാനമൊക്കെ തോന്നുന്ന ഒരു സമയമാണിത് എന്നുള്ളതാണ്. അതായത് നമുക്ക് തന്നെ ആത്മാർത്ഥമായിട്ട് തോന്നും, ഞാൻ ആ ചെയ്തത് നല്ല കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ നല്ലതാണ്. അപ്പോൾ അങ്ങനെ സ്വയം തോന്നുന്ന ഒരു സമയം കൂടിയാണ്. പിന്നെ ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയോ ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ ഒരു വിവാഹമോ അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങോ നിങ്ങൾ അനൗൺസ് ചെയ്യുന്നു എന്നും കാണുന്നുണ്ട്. അതുപോലെ
ഫ്രണ്ട്സുമൊത്ത് അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെയോ നിങ്ങൾ പുറത്ത് പോയി എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വേണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ നന്മകൾക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ എപ്പോഴാണ് നന്ദി പറയാൻ തുടങ്ങുന്നത്, ആ സമയം മുതൽ നമുക്ക് നന്ദി പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ദൈവം നമ്മളിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ട് തന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നിങ്ങളെപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് നാളുകളായി ഈ ഒരാളെ കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അവരെ കാണാനും അവരുമൊത്ത് നിങ്ങൾ വളരെയധികം സന്തോഷത്തിലിരിക്കുന്ന ഒരു എനർജിയുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആ ഒരു ആഗ്രഹം നടക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ച, നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത, നിങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു കാര്യം നടക്കും എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. നിങ്ങളിതുവരെ അനുഭവിച്ച വിഷമങ്ങളൊക്കെ കഴിഞ്ഞുപോയി. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടാനുള്ളൊരു സമയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് എല്ലാം മാനിഫെസ്റ്റ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രം മതി. അപ്പോൾ നിങ്ങളുടെ കുറേ കഷ്ടപ്പാടുകൾക്ക് ശേഷം അല്ലെങ്കിൽ കുറേ അവഗണനകൾക്ക് ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് പൂർണ്ണമായും അതിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ സമയത്തെ ആ ഒരു എനർജി വളരെ പോസിറ്റീവായിട്ടാണ് ഇതിൽ കൂടുതൽ ആൾക്കാർക്കും കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ പ്രണയം നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു പുതിയ പ്രണയമുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ്. അത്തരത്തിലൊരു എനർജി ആണ് നിങ്ങളിൽ പല ആൾക്കാർക്കും ഉള്ളതെന്നാണ്. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ വളരെ ഇഷ്ടത്തോടു കൂടി ഒരാളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഇത് മറ്റൊരാൾ നിങ്ങളെ കാത്തിരിക്കുന്നതാവാം. നിങ്ങളെ ഒരുപാട് ഇഷ്ടത്തോടെ പ്രണയത്തോടെ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ്. ഒരുപക്ഷെ അത് നിങ്ങൾക്കറിയാമായിരിക്കാം. ആ ഒരു വ്യക്തിയെ നിങ്ങൾ തീർച്ചയായും അറിയുന്ന ഒരു ആളാകാം. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് ഈ ഒരു സമയം വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്കിഷ്ടമുള്ള ഒരാളിനോട് ആ ഒരു ഇഷ്ടം ഈ സമയം പറയണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയും ആകാം. അപ്പോൾ ഇതൊരു പുതിയ തുടക്കമാണ്. നിങ്ങൾക്ക് ചില ആൾക്കാരുമായി ഒരു കണക്ഷൻ കൂടി വരുന്ന ഒരു സമയമാണ്. അത് ചിലപ്പോൾ പ്രണയമായിരിക്കണം എന്നില്ല. നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്ന ആൾക്കാരെ ചിലപ്പോൾ ഈ ഒരു അടുത്ത സമയം നിങ്ങൾ കണ്ടുമുട്ടുന്നതാവാം. അവരുമായിട്ടുള്ളൊരു കണക്ഷൻ കൂടി വരുന്ന ഒരു എനർജിയുമാകാം. അതുപോലെ തന്നെ ഈ സമയം നിങ്ങളൊരു പ്രണയത്തിലാണെങ്കിൽ ആ പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു സ്നേഹവും പ്രണയവുമൊക്കെ തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി കൂടിയുണ്ട്. പിന്നെ നിങ്ങളുടെ സൈക്കിക്കായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സമയം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നും കാണുന്നുണ്ട്. ശരിക്കും ഈ സമയം നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയം ഒരു അബൻഡൻസ് വരുന്ന ഒരു സമയമാണ്. ഒരു പുതിയ പ്രോജക്റ്റ്
നിങ്ങൾ തുടങ്ങി അത് വളരെ വലിയൊരു സക്സസ്സിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ വീടോ വാഹനമോ അങ്ങനെയുള്ള ഒരു കാര്യം ഈ സമയം നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ഇടുകയോ അല്ലെങ്കിൽ നിങ്ങൾ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുന്നതാവാം. ചിലപ്പോൾ സ്ഥലത്തിൻ്റെ അഡ്വാൻസ് കൊടുക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒരു വീട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ളൊരു എനർജി ഇതിൽ കാണുന്നുണ്ട്. എന്തായാലും ഒരു ഗുഡ് ഫോർച്യൂണാണ്. ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാണ് എന്നാണ് കാണുന്നത്. ഒരു നല്ല കരിയർ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വീടോ വാഹനമോ ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെയും നിങ്ങളിലേക്ക് എത്തിയൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്കുള്ള ഒരു സമയമാണിത് എന്നാണ്. നിങ്ങൾ എന്താണോ ചിന്തിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത്, എന്താണോ നിങ്ങളിൽ ഇല്ലാതിരുന്നത്, ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ ഈ സമയം ദൈവാധീനമൊക്കെ വളരെ കൂടി നിൽക്കുന്ന ഒരു സമയമാണ് എന്നാണ് കാണുന്നത്. ഈ സമയം നിങ്ങളൊരു വിന്നറാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. എല്ലായിടത്തും ഒരു വിജയായി നിൽക്കുന്ന ഒരു ഭാവമാണ് നിങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് പല കാര്യങ്ങളും എത്തിച്ചേരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് മറ്റുള്ളവർ വരാനും അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 6 ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ ഇതിൽ ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് വരുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് ഒരു ഫലവും ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഈ സമയം നിങ്ങൾ ചെയ്ത കാര്യത്തിൻ്റെ ആ ഒരു ഫലം തീർച്ചയായും അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. എന്താണോ നിങ്ങൾ കൊടുത്തത്, അപ്പോൾ ആ കൊടുത്തതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്കത് തിരിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും നിങ്ങളെന്നുള്ളതാണ്. നിങ്ങൾ പാസ്റ്റിൽ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു സഹായം ഈ സമയം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയുമുണ്ട്. അത് അവരിൽ നിന്നാകണമെന്നില്ല, നിങ്ങൾ ചെയ്തതിനുള്ള ആ ഒരു കർമ്മത്തിൻ്റെ ഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് മറ്റെവിടെ നിന്നെങ്കിലും ആകാം. അപ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും ഈ ഒരു സമയം എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മ തിരിച്ചു വരുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, എന്തുകൊണ്ടാണ് ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ല കർമ്മം ചെയ്തിട്ടും എനിക്കതിൻ്റെ ഫലം ലഭിക്കാത്തത് എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറിപ്പോകുന്ന ഒരു സമയമാണ്. കാരണം ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാകും കർമ്മ എന്നത് റിയലാണ് എന്ന്. പിന്നെ ഇതിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു എനർജിയും ഇതിലുണ്ട്. അത് പൈസയായിട്ടായിരിക്കണമെന്നില്ല, മറ്റ് ഏതെങ്കിലും കാര്യമാകാം. അങ്ങനെ നിങ്ങൾ മറ്റുള്ളവർക്കൊരു ഉപകാരിയായി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ എംപറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഒരു അധികാരം നിങ്ങളുടെ കൈകളിൽ എത്തുന്ന ഒരു സമയമാണ്. ഇതിൽ പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഇതുവരെ ബുദ്ധിമുട്ടിച്ചിരുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അവരെ ഭരിക്കാനുള്ളൊരു അവസരം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താവാം. അപ്പോൾ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാകാനാണ് സാധ്യത. കുറേ കാലം കൊണ്ട് നിങ്ങളെ അടിച്ചമർത്തി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തി ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രമോഷൻ പോലെയുള്ളൊരു കാര്യം കിട്ടാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. പബ്ലിക് റെക്കഗ്നേഷനാണ്. അപ്പോൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് മറ്റുള്ളവരെ കേട്ടേ പറ്റുകയുള്ളൂ.
അവർക്ക് അങ്ങനെയുള്ളൊരു അവസ്ഥ ഈ സമയം വരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.